പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു കിട്ടുന്നതിന് വേണ്ടി കതിർ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് ഒരു തെറ്റായ വാർത്തയാണ്. PM കിസാനും കതിർ ആപ്പും രണ്ട് സർക്കാരുകളുടെ പദ്ധതിയാണ്. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും തന്നെ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവിന് യാതൊരു മുടക്കവും ഉണ്ടായിരിക്കില്ല. കിസാൻ സമ്മാൻ നിധി മുടങ്ങാതെ കിട്ടുന്നതിന് ഏതാനും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം നിലവിൽ കേരളത്തിൽ നമ്മുടെ കർഷകരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സംസ്ഥാന സർക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോഴും പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് വസ്തുത. കർഷകരുടെ മൊബൈലിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫാർമർ ഡീറ്റെയിൽസും ക്രോപ്പ് ഡീറ്റെയിൽസും ലാൻഡ് ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഫാർമേഴ്സിന് ഒരു ഫാർമർ ID ലഭിക്കും. ഇതാണ് കതിർ ആപ്പ്. എന്നാൽ PM കിസാൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചവർക്ക് വർഷങ്ങളായി ഗഡുക്കൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു തടസ്സവും വരുന്നതല്ല. അതിൻ്റെ എന്തെങ്കിലും തടസ്സം ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡും ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിൽ ചെന്നാൽ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിട്ട് അതിനുള്ള എന്തുകൊണ്ട് മുടങ്ങി എന്നുള്ള പരിഹാരം നോക്കി കൃത്യമായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കതിർ, എയിംസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇപ്പോഴും പൂർണ്ണമല്ലാത്തൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. എയിംസ് എന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങി അതിനകത്ത് കർഷകരെല്ലാവരും രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ കേരള സർക്കാർ വന്നിരിക്കുന്നത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഇതിനൊരു ആപ്ലിക്കേഷനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന കർഷകർ ഉൾപ്പെടെ പലവർക്കും ഇതിനെപ്പറ്റി യാതൊരു തര ധാരണയും ഇല്ല. എന്നാൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ ഇതിനൊരു പരിശീലനമോ ക്ലാസ്സോ ഒന്നും തന്നെ ജനസേവാ കേന്ദ്രങ്ങൾക്കോ അക്ഷയയ്ക്കോ കോമൺ സർവീസ് സെൻറ്ററിനോ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ വെബ്സൈറ്റിൽ കാണുന്ന രീതികൾ ഉപയോഗിച്ച് മാത്രമാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തേ മതിയാകൂ, അത് മാർച്ച് 31 മുൻപ് ചെയ്യണം എന്നൊക്കെ ഒട്ടേറെ വീഡിയോകളുണ്ട്. അതിൽ പലതും ഫേക്ക് വീഡിയോസാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും. അല്ലാതെ ഇത് നിർബന്ധമായും എല്ലാ കർഷകർക്കും ഈ ഒരു 1-2 മാസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു രജിസ്ട്രേഷൻ അല്ല അത്. അതിൽ ഇപ്പോൾ തന്നെ ആ സൈറ്റിന് കുറച്ച് ഹാങ്ങാണ്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അതിൽ രജിസ്റ്റർ ചെയ്യാൻ ഇത്രയും കർഷകർ ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അത് സാധ്യമാകുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് കിസാൻ കർഷകർ ഇത് ചെയ്യണം എന്നുള്ള ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. ചെയ്യണം, അത് നല്ലത് തന്നെയാണ്. കാരണം സർക്കാരിൻ്റെ പദ്ധതികളും നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾ കർഷകർക്ക് ഗുണം ചെയ്യുന്നതിലേറെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അത് ചെയ്ത് കൊടുത്ത് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഫാർമർ ID കിട്ടുന്നില്ല, ചിലർക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല, ക്രോപ്പ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നു. അങ്ങനെ സാങ്കേതികമായി ഒരുപാട് തകരാറുകൾ എയിംസ് എന്ന പോർട്ടലിനും കതിരെന്ന ആപ്പിനും നിലവിലുണ്ട്. കർഷകർ കൃഷിയിൽ നിന്നുള്ള ലാഭത്തെക്കാളും അവർക്ക് കൃഷിയിൽ നിന്നുള്ള ലാഭവും കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിലും ഡിജിറ്റൽ സേവയിലും അക്ഷയയിലും ഒക്കെ പോയി ഇതുപോലുള്ള ആപ്പുകളും രജിസ്ട്രേഷനും ഒക്കെ ചെയ്ത് സമയം പോകുന്നതെന്നല്ലാതെ കർഷകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതികളൊന്നും തന്നെ ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരോ കൃഷി വകുപ്പോ ഇറക്കുന്നില്ല. കിസാനെ പറ്റി എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ തന്നെ കൃഷി ഓഫീസിലുള്ളവർ, ഇവിടെ ആലപ്പുഴയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആലപ്പുഴയിലാണെങ്കിൽ കൃഷി ഓഫീസ് യാതൊരു തര സഹകരണവും ഇല്ല. ഇതിനെതിരെ ഞങ്ങളുടെ ഓഫീസ് നിയമപരമായ ഒരു പരാതിയും കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിലവിലെ കർഷകരുടെ അവസ്ഥ വളരെ ദുരിതപൂർണമായി തന്നെ തുടരുകയാണ്. ഓരോരോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ എല്ലാം ഡിജിറ്റലൈസ് ആക്കുന്നെന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കർഷകരും ഒരു ഭാഗത്തുണ്ട്. ഒന്ന്, ഇവരുടെയൊക്കെ പ്രായമാണ്.
എല്ലാവരും ഒരു ഏജ് കഴിഞ്ഞ വൃദ്ധരായ കർഷകരാണ്. ഇവർക്ക് ഈ ഓരോ സേവാകേന്ദ്രങ്ങളിൽ പോയി ഓരോ രജിസ്ട്രേഷൻ തുടങ്ങും. അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അടുത്തത് തുടങ്ങും. അതിൽ കൂടെ ഇനി കർഷക പെൻഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ സർക്കാരിൻ്റെ പദ്ധതികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് കൃഷി ചെയ്യുന്ന ലാഭവും ഇല്ല. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ നിലവിൽ കേരള സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കിസാൻ കർഷകർ തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. കാരണം എന്ന് വെച്ചാൽ കിസാൻ ഉള്ള ഇത്രയും കേരളത്തിലെ ജനങ്ങൾക്കും ഈ ഒരു ആപ്പിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം, അല്ല ചെയ്തേ മതിയാകൂ എന്നുള്ള ന്യൂസ് ഒരുപാട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നത്, കിസാൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു അറിയിപ്പും ഈ ആപ്പിനെ പറ്റി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇതിനെപ്പറ്റി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാവരും ഓരോ ഊഹാപോഹങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയും വിധം, ചില കർഷകർക്ക് സ്മാർട്ട് ഫോൺ പോലും ഇല്ല, പിന്നെ എങ്ങനെ ഇവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമെന്ന് അറിയില്ല. ചിലർക്ക് ലൈവ് ലൊക്കേഷനിൽ ചെന്ന്, നമുക്ക് ഓരോരുത്തരുടെ കൃഷിയിടങ്ങളിൽ ചെന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. ലൈവ് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു സിസ്റ്റം വരെ ആക്കി അതിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്ന് മാത്രം സർക്കാർ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുക. കിസാൻ്റെ ഗഡു കൃത്യമായി നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ കിട്ടിക്കോളും. അതിന് ചില കാര്യങ്ങളുണ്ട്. അത് ആധാറും ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരിക്കണം, ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, KYC ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് മാത്രമാണ് കിസാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത്. സ്മാർട്ട് ഫോൺ ഉള്ളവർ മാത്രം, അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം തൽക്കാലം കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മോർണിംഗ് സ്റ്റാർ ഡിജിറ്റൽ സേവാ ഹബിൻ്റെ ഒരു നിർദ്ദേശം.